അപ്പോൾ അവരെന്തുകൊണ്ടായിരിക്കും ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിനു മുമ്പ് നമുക്ക് സ്റ്റേജ് 2 എന്നാൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും എന്തുകൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെന്ന്. ഈ സ്റ്റേജ് 2 അപ് ട്രെൻഡ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് സ്റ്റാൻ വീൻസ്റ്റീൻ്റെ സ്റ്റേജ് അനാലിസിസ് നിന്ന് വരുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് അക്കോർഡിംഗ് ടു സ്റ്റാൻ വീൻസ്റ്റീൻ 4 സ്റ്റേജാണ് ഒരു സ്റ്റോക്കിന്റെ ലൈഫ് സൈക്കിളിൽ വരുന്നത്. ആദ്യത്തെ സ്റ്റേജാണ് സ്റ്റേജ് 1. അത് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആയിരിക്കും. അതിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡോ കാണില്ല. രണ്ടാമത്തെ സ്റ്റേജാണ് സ്റ്റേജ് 2 അപ് ട്രെൻഡ്. ഇതിൽ പ്രൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബേസ് സോണിനെ ബ്രേക്ക് ചെയ്യുകയും ഒരു അപ്വേർഡ് മൊമെന്റത്തിൽ അതിന്റെ പ്രൈസ് കയറി വരികയും ചെയ്യുന്നു. അടുത്തത് മൂന്നാമത്തെ സ്റ്റേജ് 3. ഇതില് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജിൽ നിന്നും മുകളിലേക്ക് വരുമ്പോൾ അത്ര ഒരു സ്പീഡിൽ പ്രൈസ് മൂവ് ആവാതെയും ഒരു സൈഡ് വേസ് സോൺ പോലെയുള്ള ഒരു സോണിൽ ഈ പ്രൈസ് അകപ്പെട്ട് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സ്റ്റേജ് 3. അടുത്ത സ്റ്റേജ് 4 ആണ്. സ്റ്റേജ് 4ൽ ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും കൂടുതലും കാണുന്നത്. സ്റ്റേജ് 4ൽ വരുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് ഡിക്ലൈൻ ആവുകയും പ്രൈസ് താഴേക്ക് വരികയും ആണ് ചെയ്യുന്നത്. ഈ പറയുന്ന ഒരു ലൈഫ് സൈക്കിളിൽ ഇനിയും കുറെ ടോപ്പിക്സ് വരാനുണ്ട്. അതായത് സപ്ലൈ സോണും ഡിമാൻഡ് സോണും. നമ്മൾ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. നമുക്ക് ഇനി എന്തുകൊണ്ട് ഈ ബിഗ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോക്കാം.